പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മയെപ്പോലെയാകില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എത്ര സത്യസന്ധമായൊരു കാര്യമാണിത്. സ്വന്തം അമ്മ നഷ്ടപ്പെട്ട് രണ്ടാനമ്മമാരുടെ കൂടെ ജീവിക്കുമ്പോഴറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അവരുടെ അടിയും ഇടിയും കൊണ്ട് അവരുടെ അക്രമങ്ങളും സഹിച്ച് എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾ പല വീടുകളിലും കഴിയുന്നുണ്ട്. ഇപ്പോഴിതാ 5 വയസ്സുകാരനെ പൊള്ളലേൽപ്പിച്ച രണ്ടാനമ്മയാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് വാളയാറിലാണ് ഈ ക്രൂരമായ സംഭവം നടന്നത്. 5 വയസ്സുകാരനെ പൊള്ളലേൽപ്പിച്ച രണ്ടാനമ്മയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലകപ്പെട്ടിരിക്കുന്നത്. കഞ്ചിക്കോട് പ്രദേശത്ത് താമസമാക്കിയിരുന്ന നേപ്പാൾ സ്വദേശി നൂർ നാസറയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. നൂർ നാസറയുടെ ഭർത്താവ് മുഹമ്മദ് ഇന്ത്യാസ് ബീഹാറുകാരനുമാണ്. കുടുംബം 5 മാസം മുൻപാണ് കഞ്ചിക്കോട് താമസമാക്കുന്നത്. ജനുവരി 2-നാണ് ഈ കുട്ടിയെ ഇവർ പൊള്ളലേൽപ്പിക്കുന്നത്. അങ്കനവാടിയിൽ പഠിക്കാനെത്തിയ കുട്ടി മൂത്രമൊഴിക്കുവാൻ പോയപ്പോൾ ശരീരത്തിൽ പൊള്ളലേറ്റതിന്റെ പാടുകൾ അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അവർ കുട്ടിയോട് കാര്യം അന്വേഷിച്ചപ്പോൾ കുട്ടി പറയുന്നത് ഇങ്ങനെയാണ്: അമ്മ ചട്ടുകം ഗ്യാസ് അടുപ്പിൽ ചൂടാക്കി ശരീരത്തിൽ വെക്കുകയായിരുന്നു എന്നാണ് കുട്ടി പറയുന്നത്. സംഭവം അറിഞ്ഞ അധ്യാപിക ഉടൻ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരവും അറിയിച്ചു. തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. വാളയാർ പോലീസ് അന്വേഷണം നടത്തി കേസുമെടുത്തു. വ്യാഴാഴ്ച വൈകിട്ടോടെ പ്രതിയായ നൂർ നാസറയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സംഭവം പ്രദേശത്ത് വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കുട്ടികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിൽ സമൂഹവും അധികാരികളും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന അഭിപ്രായമാണ് നാട്ടുകാർ പ്രകടിപ്പിക്കുന്നത്. ഇതുപോലെ രണ്ടാനമ്മമാരുടെ അക്രമം സഹിച്ച് പല കുഞ്ഞുങ്ങളും പല വീടുകളിലും കഴിയുന്നുണ്ട്. സ്വന്തം അമ്മ ചിലപ്പോൾ ചെറുപ്രായത്തിലെ നഷ്ടപ്പെട്ടിരിക്കാം. അവർക്ക് വേറെ ഗതിയില്ലായിരിക്കാം. രണ്ടാനമ്മമാരുടെ അടിയും തൊഴിയും കൊണ്ട് ജീവിതത്തിൽ ആരോടും പരിഭവമില്ലാതെ ജീവിക്കുന്ന എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾ പല വീടുകളിലും താമസിക്കുന്നു. അങ്ങനെ ഒരു സംഭവം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്കും ആശ്വസിക്കാം, ആഗ്രഹിക്കാം. അത്രയും നമുക്ക് പറയുവാനുള്ളൂ.